പിതൃതർപ്പണ പുണ്യം നിറയുന്ന ഈ പ്രഭാതത്തിൽ ഇനി നമ്മൾ പോകുന്നത് തിരുവനന്തപുരത്തെ തിരുവല്ലം ക്ഷേത്രത്തിലേക്കാണ്. ശ്യാമപ്രസാദ് ഉണ്ട് ഒപ്പം. ശ്യാം, ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെയാണ് ആലുവ മണപ്പുറം പോലെ തന്നെ ഐതിഹ്യ പെരുമ കൊണ്ടും ആചാര സവിശേഷതകൾ കൊണ്ടും മൂർത്തിഭാവത്തിന്റെ സവിശേഷതകൾ കൊണ്ടുമൊക്കെ ഒരുപാട് പ്രശസ്തമായിട്ടുള്ള ക്ഷേത്രമാണ് തിരുവല്ലം ക്ഷേത്രം എന്നുള്ളത്. അപ്പോൾ ആ ക്ഷേത്രത്തിന്റെ ഐതിഹ്യവും പാരമ്പര്യവും ഒക്കെ ചേർത്തുകൊണ്ട് അതൊക്കെ നമ്മുടെ പ്രേക്ഷകർക്കൊന്ന് വിശദീകരിച്ചുകൊണ്ട് അവിടുത്തെ ചടങ്ങുകളുടെ പുരോഗതിയും. ശ്യാമ, പ്രജിത്തെ ആചാരപ്പെരുമ കൊണ്ടും ഒപ്പം തന്നെ സവിശേഷമായ ആചാരങ്ങൾ കൊണ്ടും തന്നെ ശ്രദ്ധേയമായ ഒരു ക്ഷേത്രം തന്നെയാണ് തിരുവല്ലത്തെ ശ്രീ പരശുരാമ സ്വാമി ക്ഷേത്രം. എന്തായാലും കർക്കിടക ദിനത്തോടനുബന്ധിച്ച് തന്നെ വലിയ തിരക്ക് തന്നെയാണ് ഇപ്പോൾ ഇവിടെ അനുഭവപ്പെടുന്നത്. പുലർച്ചെ 2:30 മുതൽ തുടങ്ങിയ ചടങ്ങുകളെല്ലാം തന്നെ ഈ മണിക്കൂറുകളിലും പുരോഗമിക്കുകയാണ്. ഏകദേശം ഈ സമയം തന്നെ ഈ 10,000-കണക്കിന് വിശ്വാസികളാണ് ബലിതർപ്പണ ചടങ്ങുകൾ നടത്തി വീടുകളിലേക്ക് മടങ്ങുകയും ചെയ്തത്. ഇത്തവണ 11 ബലിമണ്ഡപങ്ങൾ ഈ ക്ഷേത്രത്തിൻ്റെ ഈ കോമ്പൗണ്ടിൽ തന്നെ സജ്ജമാക്കിയിരിക്കുന്നത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സജ്ജമാക്കിയിരിക്കുന്നത്. അതിനുള്ള ക്രമീകരണങ്ങളെല്ലാം തന്നെ നേരത്തെ മുൻകൂട്ടി തന്നെ തയ്യാറെടുപ്പുകളെല്ലാം തന്നെ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ ബലിതർപ്പണ ചടങ്ങിനുള്ള ഓരോ ഘട്ടത്തിലും ഈ ഞാൻ നിൽക്കുന്ന ഒരു ബലിമണ്ഡപം 5-ാം നമ്പർ ബലിമണ്ഡപമാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള. ഈ ബലിമണ്ഡപത്തിൽ തന്നെ ഏകദേശം ഒരു 100-ലധികം വിശ്വാസികളെല്ലാം തന്നെയാണ് ഇത്തരത്തിൽ വരിയായി 4 വരിയായി ഇരുന്നു കൊണ്ട് ഇത്തരത്തിൽ ബലിതർപ്പണ ചടങ്ങുകളെല്ലാം തന്നെ നടത്തുന്നത്. തിരുവല്ലം ശ്രീ പരശുരാമ സ്വാമി ക്ഷേത്രത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ എല്ലാ വർഷവും ഈ കർക്കിടക വാവിന് മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ മറ്റെല്ലാ ദിനങ്ങളിലും ബലിതർപ്പണ ചടങ്ങുകൾ നടക്കുന്ന കേരളത്തിലെ ക്ഷേത്രം കൂടിയാണ്. ഒപ്പം തന്നെ ക്ഷേത്ര വളപ്പിനുള്ളിൽ ക്ഷേത്ര മതിൽക്കെട്ടിനകത്ത് തന്നെ ബലിതർപ്പണ ചടങ്ങുകൾ നടക്കുന്ന ഏക ക്ഷേത്രം കൂടിയാണ് തിരുവല്ല പരശുരാമ സ്വാമി ക്ഷേത്രം. അങ്ങനെ ഒട്ടേറെ അപൂർവതകളുള്ള ക്ഷേത്രം കൂടിയാണ്. ആ ക്ഷേത്രത്തിലേക്ക് തന്നെയാണ് തിരുവല്ലം പരശുരാമ സ്വാമി ക്ഷേത്രത്തിലേക്ക് ഈ കർക്കിടക വാവ് ദിനത്തിൽ ഇത്തരത്തിൽ ബലിതർപ്പണ ചടങ്ങുകൾ നടത്താനായിട്ട് വിശ്വാസികൾ എത്തിച്ചേരുന്നത് ഈ മണിക്കൂറുകളിലുമെല്ലാം തന്നെ. ഒപ്പം തന്നെ പ്രധാനമായും നിലവിൽ ഈ ഒരു ചടങ്ങുകൾ പുരോഗമിക്കുമ്പോഴും നിരവധി പ്രമുഖർ ഉൾപ്പെടെയുള്ളവർ ഇവിടേക്ക് എത്തുകയും ഈ ബലിതർപ്പണ ചടങ്ങുകളിൽ പങ്കാളികളാകുകയും ചെയ്തിരിക്കുന്നു. നിലവിൽ നേരത്തെ ഉണ്ടായിരുന്ന ADGP PG Vijayan, MR Ajit Kumar അടക്കമുള്ളവർ ഇവിടേക്ക് എത്തുകയും ബലിതർപ്പണ ചടങ്ങുകൾ പൂർത്തിയാക്കി മടങ്ങുകയും ചെയ്തു. അല്പസമയം മുമ്പേ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K ജയകുമാർ അടക്കമുള്ളവർ എത്തി ഈ സുരക്ഷാ ക്രമീകരണങ്ങളെല്ലാം തന്നെ വിലയിരുത്തുകയും ഒപ്പം തന്നെ ദേവസ്വം ബോർഡിൻ്റെ ഒരുക്കങ്ങളെല്ലാം തന്നെ വിലയിരുത്തുകയും സുഗമമായി തന്നെയാണ് ബലിതർപ്പണ ചടങ്ങുകൾ മുന്നോട്ട് പോകുകയെന്നും K ജയകുമാർ മാധ്യമങ്ങളോട് വ്യക്തമാക്കുകയും ചെയ്തു. എന്തായാലും തിരുവല്ലം ശ്രീ പരശുരാമ സ്വാമി ക്ഷേത്രത്തിലെ ബലിതർപ്പണ ചടങ്ങുകൾ ഈ മണിക്കൂറുകളിലും പുരോഗമിക്കുകയാണ്. നിരവധി വിശ്വാസികളാണ് ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഒപ്പം തന്നെ നമുക്ക് ക്ഷേത്രത്തിനകത്തും പുറത്തുമുള്ള ബലിമണ്ഡപങ്ങൾക്ക് അകത്തേക്ക് സുഗമമായി അകത്തേക്കും പുറത്തേക്കും പോകാനും ബലിതർപ്പണ ചടങ്ങുകൾ സുഗമമായി നിർവഹിക്കുവാനുള്ള ക്രമീകരണങ്ങളെല്ലാം തന്നെ പല ഭാഗത്തും ഒരുക്കിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഇത് പൂർത്തിയായ ശേഷം ബലിതർപ്പണ ചടങ്ങുകൾ പൂർത്തിയായ ശേഷം നിലവിൽ ഈ ഒരു ക്രമീകരണങ്ങൾക്ക് ശേഷം പെട്ടെന്ന് തന്നെ വളരെ ആ ബലിതർപ്പണ മണ്ഡപങ്ങളെല്ലാം തന്നെ വൃത്തിയായ ശേഷം അടുത്തൊരു ഇതിലേക്ക് പോകാനുള്ള ചടങ്ങുകളിലേക്ക് പോകാനുള്ള ക്രമീകരണങ്ങളെല്ലാം തന്നെ ഒരുക്കിയിട്ടുണ്ട്. എന്തായാലും നമുക്ക് നിരവധി വിശ്വാസികൾ ഇവിടെ തന്നെ ഉണ്ട്. ഇവിടെ ആദ്യമായിട്ട് 25 വർഷം കൊണ്ടിടുന്നു. 25 വർഷമായിട്ട് ഇവിടെ തന്നെയാണ്. ക്രമീകരണങ്ങളൊക്കെ അതുകൊണ്ട് വളരെ നല്ലതായത് വളരെ നല്ല രീതിയിലുള്ള ക്രമീകരണങ്ങളാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ക്രമീകരണങ്ങളിലെല്ലാം തന്നെ വളരെയധികം നല്ല ഒരു സൗകര്യം തന്നെയാണ് വിശ്വാസികൾക്കുള്ളത്. അത് കൊണ്ട് തന്നെയാണ് ഇവിടേക്ക് കൂടുതൽ പേർ എത്തുന്നു എന്ന് തന്നെയാണ് വിവിധ വ്യക്തികളുടെ എല്ലാം തന്നെ പ്രതികരണമുള്ളത്. എന്തായാലും തിരുവല്ല പരശുരാമ സ്വാമി ക്ഷേത്രത്തെ കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കേരളത്തിൽ ക്ഷേത്ര മതിൽക്കെട്ടിനകത്ത് ബലിതർപ്പണ ചടങ്ങുകൾ നടത്തുന്ന ഏക ക്ഷേത്രം. ഒപ്പം തന്നെ എല്ലാ ദിനങ്ങളിലും കർക്കിടക ഇത്ര മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ മറ്റെല്ലാ ദിനങ്ങളിലും ബലിതർപ്പണ ചടങ്ങുകൾ നടക്കുന്ന കേരളത്തിലെ ഏക ക്ഷേത്രം കൂടിയാണ് തിരുവല്ല ശ്രീ പരശുരാമ സ്വാമി ക്ഷേത്രം. അങ്ങനെ ഒരു ക്ഷേത്രത്തിൽ കർക്കിടക വാവ് ദിനത്തോടനുബന്ധിച്ചും കൂടുതൽ വിശ്വാസികൾ ഇങ്ങോട്ടേക്ക് ബലിതർപ്പണ ചടങ്ങുകൾ നടത്താനായി എത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ മണിക്കൂറുകളിലും. പ്രജിത്ത്. ശരി ശ്യാം, ഇപ്പോൾ നമ്മൾ പോകുന്നത് മലബാറിലേക്കാണ്. ഇപ്പോൾ മലബാറിൽ എങ്ങനെയാണ് തിരുനെല്ലി പ്രശസ്തമാക്കുന്നത്, അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പിതൃതർപ്പണ കേന്ദ്രമാണ് കോഴിക്കോട്ടെ വരയ്ക്കൽ കടപ്പുറം. ഇപ്പോൾ വരയ്ക്കൽ കടപ്പുറത്ത് നിന്നും രമ്യ ചേരുന്നുണ്ട്. രമ്യ, കഴിഞ്ഞ ദിവസം രാത്രിയോടൊക്കെ തന്നെ ചടങ്ങുകൾ ആരംഭിച്ച ഒരു സ്ഥലമാണ്. ഇപ്പോൾ ഏത് രീതിയിലാണ് അവിടുത്തെ ബലിതർപ്പണ ചടങ്ങുകൾ പുരോഗമിക്കുന്നത്?
പ്രജിത്ത്, ഇന്നലെ രാത്രി മുതലാണ് ഇവിടെ ബലിതർപ്പണ ചടങ്ങുകൾ ആരംഭിച്ചത്. വൈകിട്ടോടുകൂടി നിലവിൽ ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, ദൃശ്യങ്ങളെല്ലാം കാണുന്നുണ്ട്. കാരണം നിരവധി ആളുകളാണ് ഇപ്പോഴും ബലിതർപ്പണത്തിനായി ഇവിടെ ക്യൂവിൽ നിൽക്കുന്നത്. നിരവധി ആളുകൾ ഇനിയും ബലിതർപ്പണം ചടങ്ങുകൾ നടത്താനുണ്ട്. കാരണം രാവിലെ മുതൽ തന്നെ വലിയ രീതിയിലുള്ള ഒരു വിശ്വാസികളുടെ നീണ്ട നിര ഇവിടെ നമുക്ക് കാണാൻ കഴിഞ്ഞു. 10,000-ലധികം ആളുകളാണ് ഇവിടെ ഇന്നത്തെ ഒരു ദിവസം ഇത്തരത്തിൽ പിതൃക്കളുടെ മോക്ഷത്തിനായി ബലിതർപ്പണ ചടങ്ങുകൾക്കായി ഇവിടെ എത്തിയത്. നേരത്തെ പ്രജിത്ത് സൂചിപ്പിച്ചതുപോലെ കോഴിക്കോട് ജില്ല എടുത്തു നോക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരിടം തന്നെയാണ് ഈ വരയ്ക്കൽ ബലിതർപ്പണ ഭൂമി എന്നുള്ളത്. നിത്യബലി ഉൾപ്പെടെ നടക്കുന്ന ഒരിടം തന്നെയാണ് ഇത്. ഇവിടെ നിരവധി ആളുകളാണ് നിത്യേന ഈ ബലിതർപ്പണ ചടങ്ങുകൾക്ക് പിതൃക്കളുടെ മോക്ഷത്തിനൊക്കെ നിത്യേന ഇവിടെ എത്തിച്ചേർന്ന്. പ്രത്യേകിച്ചും ഇന്ന് കർക്കിടക വാവുബലി കൂടി ആകുമ്പോൾ ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ജില്ലയുടെ വിവിധ മേഖലകളിൽ നിന്ന് നിരവധി ആളുകളാണ് നിലവിൽ ഇവിടെ ഇപ്പോൾ എത്തിയിട്ടുള്ളത്. ഇപ്പോഴും ആളുകൾ സമയം 9:30 അടുക്കുന്നു. ഇപ്പോഴും ആളുകൾ, കാലം പുലർച്ചയ്ക്ക് തുടങ്ങിയതാണ് ഇവിടെ ചടങ്ങുകൾ. ഇപ്പോഴും ആളുകൾ വലിയ രീതിയിൽ വിശ്വാസികൾ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്ക് ദൃശ്യങ്ങൾ കാണുന്നത്. കാരണം ഇപ്പോഴും ക്യൂ നിൽക്കുന്ന ആളുകളെ നമുക്ക് ദൃശ്യങ്ങളെല്ലാം തന്നെ കാണാം. ഇവരും കൂടി ഇനിയും ബലിതർപ്പണ ചടങ്ങുകൾ പൂർത്തീകരിക്കാനുണ്ട്. നിരവധി ആളുകൾ ഇത്തരത്തിലെത്തി. പുലർച്ചെ മുതൽ തന്നെ നിരവധി ആളുകളെത്തി ബലിതർപ്പണ ചടങ്ങുകളെല്ലാം തന്നെ പൂർത്തിയാക്കി. അതിനുശേഷം തിലഹോമം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൂടി ചെയ്തിട്ടാണ് പലരും ഇവിടെ നിന്ന് മടങ്ങിയത്. നിലവിൽ ഇപ്പോഴും ഇവിടെ ആളുകൾ വലിയ രീതിയിൽ ഇങ്ങോട്ട് എത്തുന്നുള്ളത് തന്നെ. കാരണം അത്രയും പ്രാധാന്യം അർഹിക്കുന്ന ഒരിടം തന്നെയാണ് ഈ വരയ്ക്കൽ ബലിതർപ്പണ ഭൂമി എന്നുള്ളത് തന്നെയാണ് ഇത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ശേഷാദേശ സഭയിലെ ആചാര്യന്മാരുടെ എല്ലാം കാർമ്മികത്തിലാണ് ഇന്നിവിടെ ഇത്തരത്തിലുള്ള വലിയ രീതിയിലുള്ള ഈ ചടങ്ങുകളെല്ലാം തന്നെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇന്നലെ വൈകിട്ടോടുകൂടി ആരംഭിച്ചതായിരുന്നു. നിലവിൽ ഇപ്പോഴും ഇത് തുടർന്നുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. അതുപോലെ തന്നെയാണ് ഈ വരയ്ക്കൽ ബലിതർപ്പണ ഭൂമിയോടൊപ്പം തന്നെ ജില്ലയിലെ ശ്രീകണ്ഠേശ്വരം ക്ഷേത്രം, അതുപോലെ തന്നെ മൂടാടി പുരുപുണ്യക്കാവ്, മുക്കം, തൃക്കുടമണ്ണ ശിവക്ഷേത്രം തുടങ്ങിയ വിവിധ ഇടങ്ങളിൽ ജില്ലയിലെ ഇത്തരത്തിലുള്ള ബലിതർപ്പണ ചടങ്ങുകൾ നടക്കുന്നുണ്ട്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ഇടമായി നമുക്കിവിടെ കാണാൻ കഴിയുന്നു. കാരണം നിരവധി ആളുകൾ ഇവിടെ എത്തുന്നു. ബലിതർപ്പണ ചടങ്ങുകളെല്ലാം തന്നെ പൂർത്തീകരിക്കുന്നത് തന്നെയാണ്. ഇപ്പോൾ ഇവിടെ നമുക്കറിയാം, കടപ്പുറമാണ്. ഈ കടലിലാണ് ഈ ബലിതർപ്പണ ചടങ്ങുകൾക്ക് ശേഷം ആളുകൾ ഇറങ്ങുന്നത്. പക്ഷേ വലിയേറ്റ സമയമാണ്. വലിയ രീതിയിലുള്ള തിരകളെല്ലാം അടിച്ച് കയറുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ജനങ്ങൾക്ക് ഒരു നിർദ്ദേശം കൂടി നൽകുന്നുണ്ട്. കാരണം കടലിൽ ഇറങ്ങി കുളിക്കുമ്പോൾ ജാഗ്രത പാലിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൂടി ഇതിൻ്റെ ഭാരവാഹികൾ പറഞ്ഞു വെക്കുന്നുണ്ട്. കാരണം വലിയേറ്റ സമയമാണ്. നിലവിൽ വലിയ രീതിയിലുള്ള തിര വരുന്നുണ്ടെന്നുള്ള കാര്യങ്ങൾ കൂടിയുണ്ട്. നിലവിൽ ഈ ലൈഫ് ഗാർഡിൻ്റെയും അതുപോലെ തന്നെ ജനങ്ങളുടെ, അതായത് ഇവിടെ എത്തുന്ന വിശ്വാസികളുടെ സുരക്ഷയ്ക്കായി ലൈഫ് ഗാർഡ് ഉൾപ്പെടെയുള്ള ആളുകളുടെ സേവനവും ഇവിടെ ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. കാരണം രാവിലെ മുതൽ തന്നെ വലിയ രീതിയിലുള്ള ഭക്തജനത്തിരക്ക് ഇവിടെ ഉണ്ടായിരുന്നു. ഇപ്പോഴും നിലവിൽ നിരവധി ആളുകളാണ് ഇവിടെ എത്തി ഇത്തരത്തിൽ ഈ ബലിതർപ്പണ ചടങ്ങുകൾക്കായി കാത്തു നിൽക്കുന്നത്. ഇവിടെ നമുക്ക് ഇവരുടെ നിൽക്കുന്ന ആളുകളുടെ വിശ്വാസികളുടെയും കൂടി പ്രതികരണം കൂടി നമുക്ക് ഒന്ന് തേടാവുന്നതാണ്. എങ്ങനെയായിരുന്നു, രാവിലെ മുതൽ എത്തിയോ? നേരത്തെ എത്തി. കുടുംബത്തോടൊപ്പം? കുടുംബം നിൽക്കുന്നുണ്ട്. ഇവിടെ ഈ സജ്ജീകരണമൊക്കെ വേണ്ടിയമാരാണ്. പക്ഷേ ഈ കോസ്റ്റ് ഗാർഡിൻ്റെ സൗകര്യം എനിക്ക് പറയാനുള്ള വെച്ചാൽ കോസ്റ്റ് ഗാർഡിൻ്റെ സൗകര്യം ഇവിടെ കൂട്ടണം എന്ന് പറഞ്ഞത്. ഈ ഒരെണ്ണം പോരാന്ന്. അതായത് ഇത്രയും ജനങ്ങൾ, ആയിരക്കണക്കിന് ജനങ്ങൾ വരുമ്പോൾ ഇത്രയും ആളുകൾക്ക് സംരക്ഷണം കൊടുക്കേണ്ട ഡിപ്പാർട്ട്മെൻറ്റ് ഈ കാര്യം അടുത്ത വർഷമെങ്കിലും ഒന്ന് ശ്രദ്ധിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. മറ്റു രീതിയിലുള്ള ആക്ഷേപം ആദ്യഘട്ടത്തിൽ തന്നെ ഉയർന്നു കേട്ടത് ഈ ശുചിമുറികളിലേക്ക് ഒരു അഭാവമായിരുന്നു. സ്ത്രീകൾ ഉൾപ്പെടെ എത്തും. അത്തരത്തിലൊരു പ്രശ്നം കൂടി അഭിമുഖീകരിക്കുന്നുണ്ടോ? അതായത് ഇവിടെ വരുന്ന ആളുകൾക്ക്, നമ്മളെ ഇതിൻ്റെ ആളുകൾക്ക് ഈ സ്ത്രീകളായാലും പുരുഷന്മാരായാലും അവർ കുളിച്ച് മാറ്റാനുള്ള സൗകര്യങ്ങളോ ശുചിമുറികളോ ഇവിടെ പൊതുവേ ഇല്ല. ഇവിടെ ഉള്ളതാണെങ്കിൽ പൈസ കൊടുത്ത് ഉപയോഗിക്കുന്നതാണ്. അവിടെയാണെങ്കിൽ അവിടുത്തെ വെള്ളം എന്ന് പറയുന്നത് അവിടെ കെട്ടിക്കിടക്കുന്ന വെള്ളമാണ് ബാത്റൂമിലേക്ക് അടിച്ച് കയറ്റുന്നതും. അതാണ് പറയാനുള്ളത്. ഇവിടുത്തെ സൗകര്യം കൂട്ടണം എന്നാണ് പറയാനുള്ളത്. ഈ സമയം വരുമ്പം എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുകയും വേണം. ഈ ഡിപ്പാർട്ട്മെൻറ്റുകളെല്ലാം ഒന്ന് ഇവിടെ ശ്രദ്ധിക്കണം. ഈ കോസ്റ്റ് ഗാർഡിന് ഒരിക്കൽ കൂടി പറയുകയാണ് ഞാൻ, ഈ കോസ്റ്റ് ഗാർഡ് പോരാ, ഇനിയും 2-3 ബോട്ടുകൾ കൂടി ഇവിടെ വേണമെന്നാണ് പറയുന്നത്. പ്രജിത്ത്, ഇതുതന്നെയാണ് ഇവിടെ എത്തുന്ന ഭക്തജനങ്ങളെ അല്ലെങ്കിൽ വിശ്വാസികളുടെ എല്ലാം തന്നെ നിലപാട്. കാരണം ഇപ്പോൾ നിലവിൽ നമുക്ക് ദൃശ്യങ്ങൾ കാണാം, ഒരൊറ്റ ബോട്ടാണ് കോസ്റ്റ് ഗാർഡിൻ്റെ നേതൃത്വത്തിൽ അതിൽ ഇവിടെ എത്തുന്ന ആളുകളുടെ സുരക്ഷയ്ക്കായി നിയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ കൂടുതൽ ഈ മേഖലകളിലേക്ക് സുരക്ഷയ്ക്കായി കൂടുതൽ ആളുകൾ ഈ ഘട്ടത്തിലെങ്കിലും, കാരണം നിത്യബലി നടക്കുന്ന ഇടമാണ്, പക്ഷേ ഈ വലിയ രീതിയിൽ ഈ വാവുബലിയൊക്കെ അനുബന്ധിച്ച് വരുമ്പോൾ വലിയ രീതിയിലുള്ള ആളുകൾ, വിശ്വാസികളെല്ലാം ഇവിടെ എത്തുന്നു. അപ്പോൾ ഇത്തരത്തിൽ സുരക്ഷ കുറച്ചുകൂടി ഇവിടെ ബലപ്പെടുത്തേണ്ടതുണ്ട്. അതിനുള്ള സജ്ജീകരണങ്ങൾ അധികാരികൾ ഏർപ്പെടുത്തണം. കൂടാതെ തന്നെ
തന്നെയാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇവിടെയുള്ള ശുചിമുറികളുടെ അഭാവം, സ്ത്രീകൾ ഉൾപ്പെടെ വലിയ രീതിയിൽ ആളുകൾ എത്തുന്ന ഇടമാണ്. അപ്പോൾ അവർക്ക് ഈ ബലിതർപ്പണമെല്ലാം ചെയ്ത് കഴിഞ്ഞ് വസ്ത്രം മാറാനുള്ള സജ്ജീകരണങ്ങൾ കൂടി നല്ല രീതിയിൽ ഒരുക്കേണ്ടതും ആവശ്യമാണ്. കാരണം നിത്യബലി കൂടി നടക്കുന്ന മേഖലയാണ്. അപ്പോൾ ഇവിടെ അത്തരത്തിലുള്ള സജ്ജീകരണങ്ങളൊന്നും തന്നെ കോർപ്പറേഷനോ മറ്റ് അനുബന്ധ ഉദ്യോഗസ്ഥരോ ഒന്നും തന്നെ ഏർപ്പെടുത്തി നൽകിയിട്ടില്ല. പല രീതിയിലുള്ള ആക്ഷേപങ്ങൾ പല ഘട്ടത്തിലായി ഇവിടെ ഉയർന്നു വന്നതാണ്. അപ്പോൾ അത്തരത്തിലുള്ള സജ്ജീകരണങ്ങൾക്ക് കൂടി ഇവിടെ ഒരുക്കാനുള്ള മുൻകരുതലുകൾ കൂടി അധികാരികൾ എടുക്കണം തന്നെയാണ് നിരന്തരം ഇവർ വർഷങ്ങളായി ആവശ്യപ്പെടുന്ന കാര്യങ്ങളെല്ലാം. പക്ഷേ ഇതിൽ യാതൊരു രീതിയിലും ഈ നിലവിൽ ഇന്നും വലിയ രീതിയിലുള്ള ആക്ഷേപം തുടരുകയാണ്. കാരണം ഇത്തരത്തിലുള്ള സജ്ജീകരണങ്ങളൊന്നും നില നൽകിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ കൂടി ഇവിടെ ഒരുക്കി നൽകണമെന്ന ആവശ്യം കൂടി ഈ ഭക്തജനങ്ങൾ, അല്ലെങ്കിൽ ഇവിടെ എത്തുന്ന വിശ്വാസികൾ പറയുന്നുണ്ട്. കാരണം വലിയ രീതിയിൽ ആളുകളെത്തി ബലിതർപ്പണ ചടങ്ങുകൾ, കാരണം നമുക്കറിയാം ഒരു വർഷത്തേക്ക് അല്ലെങ്കിൽ ഒരു വർഷമാണ് ഇത്തരത്തിലൊരു പിതൃക്കൾക്കായി ഒരു ദിവസം വലിയ രീതിയിൽ ആളുകൾ എത്തുന്നു. പിതൃക്കളുടെ മോക്ഷത്തിനും മറ്റുമായി ഇത്തരത്തിലുള്ള ബലിതർപ്പണ ചടങ്ങുകൾ നടത്തുന്നു, അവർ തിരിച്ചു പോകുന്നു. അപ്പോൾ ഇവിടെ എത്തുന്ന ആളുകൾക്ക് സൗകര്യങ്ങൾ ഏർപ്പെടുത്തി കൊടുക്കേണ്ടത് ആവശ്യമാണ്. നിലവിൽ ഇപ്പോൾ ഹിന്ദു ഐക്യവേദിയുടെയും അതുപോലെ തന്നെ ഈ ശ്രീകണ്ഠേശ്വരം ക്ഷേത്രം അതുപോലെയുള്ള ക്ഷേത്ര കമ്മിറ്റികളുടെ എല്ലാം നേതൃത്വത്തിലാണ് നിലവിൽ ഇപ്പോൾ ഇത്തരത്തിലുള്ള ചടങ്ങുകൾ ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. നിലവിൽ ഇപ്പോഴും ഈ ചടങ്ങുകളെല്ലാം പുരോഗമിക്കുകയാണ്. നിരവധി ആളുകളാണ് ഇനിയും ഇത്തരത്തിൽ ഈ ചടങ്ങുകൾ ഈ ബലിതർപ്പണം നടത്താനായി ഇനിയും ക്യൂ നിൽക്കുന്നത്. നിരവധി ആളുകൾ, അതായത് 10,000-കണക്കിൽ കഴിഞ്ഞ വർഷത്തേക്ക് ഭാരവാഹികളോടെല്ലാം സംസാരിച്ചപ്പോൾ കഴിഞ്ഞ വർഷത്തിനേക്കാൾ ആളുകൾ ഈ വർഷം ഇങ്ങോട്ട് എത്തുകയും ഇത്തരത്തിൽ ചടങ്ങുകൾ പങ്കുവെക്കുകയും ചെയ്തു എന്നുള്ളത് തന്നെയാണ് അവർ പറഞ്ഞത്. അപ്പോൾ ഓരോ വർഷവും ഇവിടെ എത്തുന്ന ആളുകളുടെ എണ്ണം വളരെയധികം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ കൂടുതൽ സജ്ജീകരണങ്ങൾ ഇവിടെ ഒരുക്കി നൽകണമെന്ന ആവശ്യവും വിശ്വാസികൾ ഉൾപ്പെടെ പറയുന്നുണ്ട്. പ്രജിത്ത്. ഓക്കെ രമ്യ, എന്തായാലും അവിടുത്തെ അടിസ്ഥാന സൗകര്യത്തിന്റെ കാതലായ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നു. കൃത്യമായ പല സൗകര്യങ്ങളും ഒരുക്കിയിട്ടില്ല എന്നുള്ളതാണ് അവിടെ എത്തുന്നവർ പറയുന്നത്. അത് പരിഹരിക്കപ്പെടേണ്ടതാണ്. എല്ലാ ബലിതർപ്പണ കാലയളവിലും ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന മറ്റൊരിടത്തേക്കാണ് ഇനി കൊല്ലത്ത് നിന്ന് മനോജാണ് ചേരുന്നത്. മനോജ് തിരുമുല്ലാവാരത്താണെന്നാണ് മനസ്സിലാക്കുന്നത്. അവിടെ നമ്മൾ കഴിഞ്ഞ വർഷം ഇത്തരത്തിൽ പിതൃബലിയിടാൻ വന്ന പിതൃതർപ്പണത്തിനെത്തിയ സാധാരണക്കാർ കണ്ണീരണഞ്ഞ് മടങ്ങുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. അവിടെ അടിസ്ഥാന സൗകര്യങ്ങളുടെ പോരായ്മയുണ്ടായിരുന്നു, നിരവധി പ്രശ്നങ്ങൾ നിലനിന്നിരുന്നു. ഇപ്പോൾ ഇത്തവണ ഈ വർഷത്തെ ഒരു സാഹചര്യം എങ്ങനെയാണ് മനോജ്? പ്രജിത്ത്, തിരുമുല്ലവാരത്ത് വലിയ തിരക്ക് തന്നെയാണ് രാവിലെ മുതൽ അനുഭവപ്പെടുന്നത്. ഇത്തവണത്തെ പ്രത്യേകത എന്ന് പറയുന്നത് കഴിഞ്ഞ തവണ ദേവസ്വം ബോർഡ് നേരിട്ടായിരുന്നു ഈ ബലിതർപ്പണ ചടങ്ങുകൾ നടത്തിയിരുന്നത്. അതായത് ദേവസ്വം ബോർഡിൻ്റെ പന്തൽ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്, ദേവസ്വം ബോർഡ് ഒരുക്കുന്ന ക്രമീകരണങ്ങൾ മാത്രമായിരുന്നു. പക്ഷേ അത് ഹൈക്കോടതിയിലേക്ക് എത്തുമ്പോൾ, അതായത് മുൻപുണ്ടായിരുന്നത് പോലെ തന്നെ വിവിധ ഹൈന്ദവ സംഘടനകൾക്കും സാംസ്കാരിക സമിതികൾക്കും കൂടെ ഈ ബലിതർപ്പണ ചടങ്ങുകൾ നടത്താനുള്ള ഒരു അനുമതിക്കായി ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. ഹൈക്കോടതി കൃത്യമായും ഈ ദേവസ്വം ബോർഡിൻ്റെ ഒരു നീക്കമുണ്ടായിരുന്നു. ഇത്തവണയും ദേവസ്വം ബോർഡിന് മാത്രം ചടങ്ങുകൾ നടത്തണം, വരുമാനം ദേവസ്വം ബോർഡിന് മാത്രം എന്നുള്ള രീതിയിലേക്ക് പോയിരുന്നു. പക്ഷേ അതിനെ ഹൈക്കോടതി ഒരു തടയിടുന്ന സാഹചര്യമുണ്ടായി. VHP ഉൾപ്പെടെയുള്ള ഹൈന്ദവ സംഘടനകൾക്കും ഈ ബലിതർപ്പണ ഭൂമി സംരക്ഷണ പരിപാലന ട്രസ്റ്റിനുമൊക്കെ ഇത്തവണ പന്തൽ കെട്ടി ഇവിടെ ബലിതർപ്പണ ചടങ്ങുകൾക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കുവാനുള്ള അനുമതി ഹൈക്കോടതി നൽകിയെന്നുള്ളതാണ്. ഈ ബലിതർപ്പണ ഭൂമി സംരക്ഷണ ട്രസ്റ്റിൻ്റെ പേരിലുള്ള ഭൂമി, അതിൽ പോലും ദേവസ്വം ബോർഡ് അവകാശവാദം ഉന്നയിച്ചിരുന്നു. എന്നാൽ അതൊക്കെ തന്നെ കോടതി കൃത്യമായി വിലയിരുത്തുകയും ഈ ട്രസ്റ്റിനും അതോടൊപ്പം തന്നെ മറ്റ് VHP പോലുള്ള ഹൈന്ദവ സംഘടനകൾക്കും അനുകൂലമായ രീതിയിൽ തന്നെയാണ് ഹൈക്കോടതിയുടെ തീരുമാനം. അതുകൊണ്ട് തന്നെ ഇത്തവണ നമുക്കിവിടെ എത്തിക്കഴിഞ്ഞാൽ 3-4 പന്തലുകൾ, അതായത് ഈ ട്രസ്റ്റിൻ്റെയും അതോടൊപ്പം തന്നെ VHPയുടെയും അതിനപ്പുറത്തേക്ക് ഗുരുജി സാംസ്കാരിക സമിതിയുടെയും ഒക്കെ ഒരുപാട് പന്തലുകളുണ്ട്. അപ്പോൾ വരുന്ന ഭക്തർക്കെല്ലാം വിവിധ ഇടങ്ങളിലായി ബലിയർപ്പിക്കുവാനുള്ള സൗകര്യങ്ങളുണ്ട്, അടിസ്ഥാന സൗകര്യങ്ങളുടെ വർധനമുണ്ട്. ഇതൊന്നും തന്നെ ദേവസ്വം ബോർഡ് ഏർപ്പെടുത്തിയതല്ല, വിവിധ ട്രസ്റ്റുകൾ അതോടൊപ്പം തന്നെ വിവിധ സംഘടനകൾ ഏർപ്പെടുത്തിയിട്ടുള്ള സൗകര്യങ്ങളാണ്. അതോടൊപ്പം തന്നെ മെയിനായിട്ടും ഇവിടെ ചെയ്യാനുള്ള ഒരു പന്തലെന്ന് പറയുന്നത് നിത്യബലി അർപ്പിക്കുന്ന ഒരു പന്തൽ, അത് ദേവസ്വം ബോർഡിൻ്റെയാണ്. അതോടൊപ്പം അതിന് സമീപത്തായി മറ്റൊരു പന്തൽ കൂടെ ദേവസ്വം ബോർഡിൻ്റെ നേതൃത്വത്തിലുണ്ട്. അവിടെയൊക്കെ തന്നെ വലിയ തിരക്ക് അനുഭവപ്പെടുന്നില്ല എന്നുള്ളതാണ് ഈ സമയത്ത് കാണാൻ സാധിക്കും. കാരണം അത്രയും അധികം സൗകര്യങ്ങൾ വിവിധ ഇടങ്ങളിലായി ഉണ്ട്. അതുകൊണ്ട് തന്നെ മറ്റ് പ്രശ്നങ്ങളൊന്നും ഇതുവരെ ഭക്തരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. കഴിഞ്ഞ തവണയാണെങ്കിൽ അവരെത്തുമ്പോൾ അവർക്ക് ബലിയർപ്പിക്കുവാനുള്ള പൂജാദ്രവ്യങ്ങൾ പോലും കിട്ടുന്നതിൽ പ്രശ്നമുണ്ടായി. അവർക്ക് ഇരിക്കാൻ പോലും ഒരു സംവിധാനം ഉണ്ടായിരുന്നില്ല. ഒന്ന് ശൗചാലയത്തിൽ പോകണമെങ്കിൽ പോലും വളരെ ബുദ്ധിമുട്ട് നേരിടേണ്ടി വന്നു. അങ്ങനെ ബലിയർപ്പിക്കാനാവാതെ കണ്ണീരോടുകൂടി മടങ്ങിയ ഒരുപാട് പേരുണ്ടായിരുന്നു. എന്തായാലും
ഇത്തവണ അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും തന്നെ ഭക്തർ പറഞ്ഞിട്ടില്ല. അതേസമയം തന്നെ ഈ കടൽ തീരത്ത് വലിയ സുരക്ഷയും ഒരുക്കിയിട്ടുണ്ട്. കാരണം ഈ കടൽ തീരത്താണ് ഈ ബലിതർപ്പണ കേന്ദ്രമുള്ളത്. കടലിലാണ് ഈ ബലിയിട്ട ശേഷം സ്നാനം ചെയ്തത്. അങ്ങനെ ആ തീരത്തൊക്കെ സിവിൽ ഡിഫൻസും അതോടൊപ്പം തന്നെ പോലീസും മറ്റ് ലൈഫ് ഗാർഡുകളും ഒക്കെ ഉണ്ട്. അതോടൊപ്പം ഇവിടെ വൃത്തിയാക്കാനുള്ള ചുമതലയൊക്കെ കോർപ്പറേഷനാണ്. കോർപ്പറേഷൻ്റെ ഭാഗത്തു നിന്നുള്ള ക്രമീകരണങ്ങൾ, അതോടൊപ്പം തന്നെ വിവിധ സേവന പ്രവർത്തനങ്ങളുമായി ഹൈന്ദവ സംഘടനകളും സേവാഭാരതി ഉൾപ്പെടെയുള്ള സംഘടനകൾ സജീവമാണ്. അതുകൊണ്ട് തന്നെ ഭക്തരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ ബുദ്ധിമുട്ടില്ലാതെ ബലി അർപ്പിച്ച് മടങ്ങാൻ പറ്റുന്നുണ്ട്. സംതൃപ്തിയോടുകൂടി മടങ്ങുന്ന ഭക്തരെയാണ് നമ്മൾ പുലർച്ചെ മുതൽ കാണുന്നത്. പക്ഷേ കഴിഞ്ഞ തവണത്തെ കാഴ്ച അങ്ങനെ അല്ലായിരുന്നു എന്നുള്ളതാണ്. എന്തായാലും നിലവിലിപ്പോൾ സമയം കഴിയുന്തോറും ആളുകൾ ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഭക്തരെ സംബന്ധിച്ചിടത്തോളം വാഹനങ്ങളുടെ ഒരു പ്രശ്നമുണ്ട്. അതായത് ഈ വാഹനങ്ങൾ മുളങ്കാടകം വരെ മാത്രമേ കടത്തി വിടുന്നുള്ളൂ. ഇങ്ങോട്ടേക്ക് കടത്തി വിട്ട് കഴിഞ്ഞാൽ അത് തിരക്കുള്ളത് കൊണ്ടാണ് സ്വാഭാവികയും ഇരുചക്ര വാഹനങ്ങളല്ലാതെ മറ്റ് വാഹനങ്ങൾ കടത്തി വിട്ട് കഴിഞ്ഞാൽ തിരക്ക് കൂടുകയും ഭക്തർക്ക് ബുദ്ധിമുട്ടുണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ പോലീസ് ഇടപെട്ടുകൊണ്ട് വാഹനങ്ങളൊക്കെ മുളങ്കാടകം ഭാഗത്ത് മാറ്റിയ ശേഷം അവിടെ നിന്നും നടന്നാണ് ഓരോരുത്തരും ഇങ്ങോട്ടേക്ക് എത്തുന്നത്. ഇവിടെ എത്തി ബലിതർപ്പണ കേന്ദ്രങ്ങളിലേക്ക് എത്തുന്നു, ഈ പന്തലുകളിലേക്ക് ഇരിക്കുന്നു. പിന്നീട് പൂജാദ്രവ്യങ്ങൾ വാങ്ങിയ ശേഷം, അതായത് ദേവസ്വം ബോർഡിൻ്റെ കൂപ്പണുണ്ട്, ആ കൂപ്പൺ വാങ്ങിയ ശേഷം ഈ പന്തലുകളിലേക്ക് ഇരുന്ന് പിന്നീട് അവിടെയുള്ള കർമ്മി ചൊല്ലിക്കൊടുക്കുന്ന മന്ത്രം ഏറ്റുചൊല്ലി പിതൃക്കളെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് അവർ ഓരോരുത്തരും ബലിയർപ്പിക്കുകയാണ്. അങ്ങനെ ബലിയർപ്പിക്കുന്നത്, അതായത് ഈ കർക്കിടക വാവ് ബലി ദിനത്തിൽ തിരുവുല്ലവാരം പോലുള്ള ബലിതർപ്പണ കേന്ദ്രത്തിലേക്ക് എത്തുന്നത് ലക്ഷങ്ങളാണ്. അത്തരത്തിൽ ഭക്തർ ഇങ്ങോട്ടേക്ക് എത്തുമ്പോൾ അവർക്ക് വേണ്ട പൂജാദ്രവ്യങ്ങളും അവർക്ക് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങളും ഒക്കെ തയ്യാറായിരിക്കണം. ഇതുവരെ ഭക്തർക്ക് വലിയ ബുദ്ധിമുട്ട് ഉണ്ടായിട്ടില്ല. അങ്ങനെ തന്നെ അവർ ബലിയർപ്പിച്ച് മടങ്ങുകയാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, ഓരോരുത്തരും അവരുടെ പിതൃക്കളെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് അവരുടെ മോക്ഷപ്രാപ്തിക്കായി അവർക്ക് വേണ്ടിയിട്ട് ഈ ഒരു ദിവസം അങ്ങനെ വ്രതം നോറ്റുകൊണ്ട് വളരെ ഭക്തിയാദരപൂർവ്വം ഇവിടെ ബലിയർപ്പിക്കുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇന്നെന്തായാലും ഈ പുലർച്ചെ മുതൽ തന്നെ ഇങ്ങനെ ഒഴുകിയെത്തുകയാണ് ഭക്തജനങ്ങൾ. അങ്ങനെ ഓരോ ഇടങ്ങളും, കൊല്ലം ജില്ലയിൽ വിവിധ ഇടങ്ങളിലായി ബലിതർപ്പണ കേന്ദ്രങ്ങളുണ്ട്. അവിടെയൊക്കെ തന്നെ ബലിയർപ്പിക്കാനായി നിരവധി ഭക്തരെത്തുന്നുണ്ട്. കൊല്ലത്ത് നിന്ന് മാത്രമല്ല മറ്റ് ജില്ലകളിൽ നിന്ന് ഉൾപ്പെടെയുള്ള ഭക്തരാണ് ഈ തിരുമുല്ലവാരത്തേക്ക് എത്തുന്നത്. പ്രധാനപ്പെട്ട ഒരു ബലിതർപ്പണ കേന്ദ്രമാണ്, നിത്യബലി നടക്കുന്ന ഒരു കേന്ദ്രമാണ്, ഏറെ പ്രസിദ്ധമായിട്ടുള്ള ക്ഷേത്രമാണ്. അങ്ങനെ വളരെയധികം പ്രാധാന്യമുള്ള ഒരു സ്ഥലം കൂടെയാണ് ഈ തിരുമുല്ലവാരം. എന്തായാലും ഭക്തരെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ബലിയർപ്പിച്ച് ഈറിനോടെ അവർ കയറി വന്ന് ക്ഷേത്രത്തിൽ പിന്നീട് ദർശനമൊക്കെ നടത്തി മടങ്ങുമ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ വർഷത്തെ ഒരു ചിത്രം അവരുടെ മനസ്സിലുണ്ട്. കാരണം ഇന്ന് എത്തുന്ന, അതായത് ഇത്തവണ വീണ്ടും ബലിയർപ്പിക്കാൻ എത്തുന്ന പലർക്കും കഴിഞ്ഞ വർഷത്തെ അനുഭവമുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം ആ അനുഭവം എന്ന് പറയുന്നത് ഒരു മോശം അനുഭവമായിരുന്നു. കാരണം ഇവിടേക്ക് എത്തുമ്പോൾ വളരെ പ്രതീക്ഷയോടുകൂടി തങ്ങളുടെ പിതൃക്കൾക്ക് വേണ്ടിയിട്ട് ബലിയർപ്പിക്കാൻ എത്തുമ്പോൾ ഉണ്ടാകുന്ന ഒരു ദുരനുഭവം അതായിരുന്നു അവരുടെയൊക്കെ മനസ്സിൽ. പക്ഷേ ഇത്തവണ അതിനൊരു മാറ്റം വന്നിട്ടുണ്ട്. അതിന് കാരണമായത് ഹൈക്കോടതിയുടെ നിർണായകമായിട്ടുള്ള ഇടപെടൽ തന്നെയാണ്. ഹൈക്കോടതി ഇക്കാര്യത്തിൽ മറ്റ് ഹൈന്ദവ സംഘടനകൾക്കും അതോടൊപ്പം തന്നെ സാംസ്കാരിക സമിതികൾക്കും അനുകൂലമായിട്ടുള്ള നിലപാട് സ്വീകരിച്ചു. അതുകൊണ്ട് തന്നെ ദേവസ്വം ബോർഡിൻ്റെ വരുമാനം ലക്ഷ്യമാക്കിയുള്ള ആ നീക്കം നടന്നില്ല എന്ന് വേണം പറയാൻ. അതുകൊണ്ട് തന്നെ ഇവിടെ എത്തുന്ന ഭക്തർക്ക് വലിയ ബുദ്ധിമുട്ടും നേരിടേണ്ടി വന്നിട്ടില്ല. പ്രജിത്ത്.